ഇന്ന് ചിക്കുവിൻ്റെയും നന്ദൻ്റെയും എൻഗേജ്മെൻറ്റ് ദിവസമാണ്. അപ്പോൾ എൻഗേജ്മെൻറ്റ് ഡേയിലെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കാണാം. ജാതകം കൈമാറലും റിംഗ് എക്സ്ചേഞ്ചും അത് കൂടാതെ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്ന നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഹാളിലേക്ക് പോവുകയാണ്. അപ്പം അമ്മമാരുടെയൊക്കെ അനുഗ്രഹം വാങ്ങുകയാണ്. ഇത് എൻ്റെ അമ്മയാണ്, പിന്നെ സൈത്തേട്ടൻ്റെ അമ്മയും. സൈത്തേട്ടൻ്റെ അമ്മയൊക്കെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ അതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം എത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയാതിരിക്കാം. പിന്നെ 2 അച്ഛന്മാരുടെയും അനുഗ്രഹം വാങ്ങുകയാണ്. അവരിപ്പോൾ ഇല്ല കേട്ടോ. സൈത്തേട്ടൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും ആണ്. പിന്നെ ഞങ്ങളുടെ അനുഗ്രഹവും വാങ്ങുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഒരു സംഭവമാണല്ലോ ഇത്. ഞങ്ങളൊട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇപ്പം പല വീഡിയോസൊക്കെ ഇട്ട സമയത്ത് എല്ലാവരും പറഞ്ഞു അയ്യോ ഇത്ര പെട്ടെന്നോ എന്നൊക്കെ ചോദിച്ചാൽ അതേ അവസ്ഥ തന്നെയാണ് ഞങ്ങൾക്കും ഉള്ളത്. പിന്നെ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നല്ലല്ലോ. എല്ലാം എങ്ങനെയൊക്കെയോ നമ്മളിലേക്ക് വന്ന് ചേരുന്നതും അങ്ങനെയൊക്കെ അങ്ങ് സംഭവിക്കുന്നതും ഒക്കെയാണല്ലേ. അങ്ങനെ സാധനങ്ങളെല്ലാം വണ്ടിയിൽ കയറ്റി ഞങ്ങൾ നേരെ പോവാണ്. എൻ്റെ കൂടെ ഉള്ളത് ഷീലേച്ചിയാണ്, എൻ്റെ കസിൻ്റെ വൈഫാണ്. ആൾ കോഴിക്കോടാണ്, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. എനിക്ക് മേക്കപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ഹാളിൽ എത്തി. ഇവിടെ SP ഗ്രാൻഡേസിൽ വെച്ചിട്ടാണ് കേട്ടോ എൻഗേജ്മെൻറ്റ് നടത്തുന്നത്. അപ്പം ഞങ്ങളിവിടെ എത്തി. നേരെ റിസപ്ഷനിൽ പറഞ്ഞു. അവിടെ റൂമിൻ്റെ കീ ഒക്കെ നേരത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്ന് കളക്ട് ചെയ്തു. അവിടെ എല്ലാം റൂമിലെല്ലാം സെറ്റാക്കി വെക്കാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നേരെ റൂമിലേക്ക് പോയാൽ മതി. നമുക്ക് 2 റൂമുണ്ട് കേട്ടോ. ചിക്കുവിന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ചിക്കുവിന് എയർ ബ്രഷ് മേക്കപ്പാണ് ചെയ്യുന്നത്. അതാവുമ്പം ഒരു നാച്ചുറൽ ലുക്ക് ഉണ്ടാവുമല്ലോ. മേക്കപ്പ് ട്രയലൊക്കെ ചെയ്തിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അപ്പുറത്തെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമല്ലോ. അങ്ങനെ ചിക്കുവിൻ്റെ മേക്കപ്പ് കഴിഞ്ഞു കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. നല്ല ഭംഗിയുണ്ട്, നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആഷ്ന എന്നാണ് മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ പേര്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അങ്ങനെ എൻ്റെയും ഡ്രസ് ചേഞ്ചിങ്ങും മേക്കപ്പും ഒക്കെ കഴിഞ്ഞെത്തി. എനിക്ക് പക്ഷേ മേക്കപ്പ് ഇടുന്നത് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് എന്തോ ചേരാത്ത പോലെ എപ്പോഴും തോന്നാറുണ്ട്. മോളുടെ എൻഗേജ്മെൻ്റ് അല്ലേ, അപ്പം അമ്മ കുറച്ചൊക്കെ മേക്കപ്പ് ഇടണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങ് ഇട്ടുന്നേ ഉള്ളൂ. നന്ദനും മേക്കപ്പ് ചെയ്തത് ആഷ്നയായിരുന്നു കേട്ടോ. മേക്കപ്പ് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ടച്ചപ്പ് ഒക്കെ ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എത്തിയിട്ടോ. സൈത്തേട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ കസിനാണ് സിമിയുണ്ട്, അനിയൻ്റെ മോളും എല്ലാവരും വന്നു. ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് നന്ദൻ്റെ അച്ഛമ്മ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നന്ദൻ്റെ അമ്മായിയാണ്. അപ്പോൾ നന്ദൻ്റെ അച്ഛമ്മ ഡ്രസ്സിനെ കുറിച്ച് പറയായിരുന്നു. സൈത്തേട്ടൻ്റെ നന്ദൻ്റെ അച്ഛൻ അവിടെ ഇതേ ഡ്രസ്സ് ഇട്ട് നിൽപ്പുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെപ്പോഴായിരുന്നു കാണുന്നത് ഒരേ ഡ്രസ്സാണെന്നുള്ളത്. പിന്നെ ലാസ്റ്റ് ഷോളും കൂടെ ഇട്ട് പലരും കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോൾ ഇല്ലാണ്ടാണ് കൂടുതൽ രസം. ശരിക്കും ഞങ്ങൾക്ക് തോന്നിയിരുന്നു കേട്ടോ. ഷോൾ ഇല്ലാണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു ലെഹങ്ക. പക്ഷേ ഷോളിനൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പം അതുകൊണ്ട് ഷോൾ ഇടാതിരിക്കാൻ പറ്റില്ല. അപ്പം അതും കൂടെ ഒക്കെ ഇട്ടു. ഇത് ചിക്കുവിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാമായിരിക്കും. ഇവർ 4 ശ്രീലക്ഷ്മിമാരായിരുന്നല്ലോ കോയമ്പത്തൂർ ഒരുമിച്ചുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒരു ശ്രീലക്ഷ്മിയാണിത്. അപ്പോൾ എൻഗേജ്മെൻ്റ് ആയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് എക്സാമിൻ്റെ ഇടയിൽ ഓടി വന്നതാണ്. അങ്ങനെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് 2 പേരും അങ്ങനെ നിന്ന് കുറച്ച് സമയം ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ 2 പേരുടെയും മേക്കപ്പും ഹെയർ സ്റ്റൈലും ഒക്കെ. ഡ്രസ്സും നന്നായിരുന്നു. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ചിക്കുവിൻ്റെ ഡ്രസ്സിനെ പറ്റിയിട്ട്. അപ്പോഴത്തേക്ക് ഇതാ ചിക്കുവിൻ്റെ ചക്കര ചേച്ചി എത്തി. ഗോപിക എന്നാണ് കേട്ടോ പേര്. ചില ബന്ധങ്ങൾ അങ്ങനെയാണല്ലേ, രക്തബന്ധം വേണമെന്നില്ല ഒരു ചേച്ചി ആവാനും അനിയത്തി ആവാനും ഒന്നും. അവർ 2 പേരും കൂടി ഫോട്ടോ സെഷന് പോവുകയാണ്. ഫോട്ടോഗ്രാഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മുകളിലാണ് ഫോട്ടോ എടുക്കുന്നത്. ചിക്കുവിൻ്റെ ഡ്രസ്സിന് ഭയങ്കര വെയിറ്റ് ആട്ടോ, ഇട്ട് നടക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ സ്റ്റെപ്പ് കയറാൻ വേണ്ടി ഒരുപാട് പാടുപെട്ടു. അങ്ങനെ അവിടെ നിന്ന് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ നിന്ന് ഫോട്ടോ എടുപ്പായിരുന്നു. പിന്നെ കുറേ കയ്യിലെ മൈലാഞ്ചിയുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ കൈ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇതിപ്പോൾ എന്തിനാണ് ഇങ്ങനെ വെക്കുന്നതെന്ന് മനസ്സിലായില്ല. പിന്നെയാണ് കൈയുടെ മൈലാഞ്ചിയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. മറ്റേ മുഖമൊക്കെ ഒന്ന് ബ്ലറാക്കി എടുക്കാൻ വേണ്ടി ആയിരുന്നു ആണ് കൈയൊക്കെ പിടിച്ച്. ഞങ്ങൾ വിചാരിച്ചത് എന്തോ ഈ കാണിക്കുന്നുണ്ട്. കൈ മുഖത്തിൻ്റെ മുന്നിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഉരുട്ടി കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നന്ദൻ്റെ ഫോട്ടോ സെഷനായത് 2 പേരുടെയും സിംഗിൾ ഒക്കെ എടുത്തതിന് ശേഷം 2 ഒരുമിച്ചുള്ള ഫോട്ടോസ് എടുക്കാനാണ്. അങ്ങനെ ഇവിടെ നിന്ന് കുറേ സമയം ഫോട്ടോ സെഷനായിരുന്നു. 1 മണിക്കൂർ ഫോട്ടോഗ്രാഫേഴ്സിന് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂറൊന്നും കിട്ടിയില്ല. ഇതിൽ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഒത്തിരി ലേറ്റായി. അത് പിന്നെ എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ. നമ്മൾ ഈ കല്യാണത്തിനായാലും എൻഗേജ്മെൻറ്റിനായാലും മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ എപ്പോഴും ലേറ്റായിരിക്കും. അങ്ങനെ ഇവരെ കാണാത്തതുകൊണ്ട് ഞങ്ങൾ ഇവരെ തിരഞ്ഞു വന്നതാണ്. ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങളെ 2 പേരുടെയും കൂടെ ഒരേ ഡ്രസ്സ് കണ്ട സമയത്ത് ഫോട്ടോഗ്രാഫേഴ്സ് ഞങ്ങളോട് എത്തി നോക്കാനൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുക്കാൻ വേണ്ടി.
പിന്നെ ഞങ്ങളോട് ഇവിടെ വന്ന് ഇവരുടെ അടുത്ത് നിൽക്കാനോ ഇവരെ കെട്ടിപ്പിടിക്കാനോ ഉമ്മ കൊടുക്കാനോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫേഴ്സ് അങ്ങനെയാണല്ലോ. അപ്പോഴത്തേക്കും ഗസ്റ്റൊക്കെ എത്തിയിട്ടോ. പിന്നെ ഒരുപാട് പേരൊന്നുമില്ല, വളരെ കുറച്ച് പേരുള്ള ചെറിയൊരു ഫംഗ്ഷനാണ്. പിന്നെ ജാതകം കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ അതിനെ ഇങ്ങനെ തലയെക്കെട്ടൊക്കെ കെട്ടിയിട്ടാണ് ചെയ്യുന്നത്. തിരുവനന്തപുരം സ്റ്റൈലാണ്. എല്ലാവരും ഞാൻ ഫോട്ടോ ഒക്കെ ഇട്ട സമയത്ത് ചോദിച്ചിരുന്നു, ഇത് എവിടെ നിന്നാണ് തലയെക്കെട്ടൊക്കെ? അങ്ങനെ ഇല്ലല്ലോ എന്ന്. ഞങ്ങൾ കോഴിക്കോടും ഇല്ല കേട്ടോ തലയെക്കെട്ടൊന്നും. അത് തിരുവനന്തപുരം, നമ്മളിപ്പോൾ തിരുവനന്തപുരം ആണല്ലോ, അപ്പോൾ തിരുവനന്തപുരം സ്റ്റൈലിൽ തന്നെ ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു നന്ദൻ്റെ സ്ഥലം എവിടെയാണ്. അവർ പ്രോപ്പർ തിരുവനന്തപുരംകാർ തന്നെയാണ്. അങ്ങനെ ആ ചടങ്ങൊക്കെ കഴിഞ്ഞു. രണ്ടുപേരെയും ചിക്കുവിനെയും നന്ദനെയും സ്റ്റേജിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. അത് നന്ദനും അച്ഛനും അമ്മയും കൂടെ നീത്തിയും കൂടെ പോയി. പിന്നെ അതിനുശേഷം ഞങ്ങൾ പുറകെ പോയി ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ രണ്ടുപേരും വാങ്ങിക്കുന്നുണ്ടായിരുന്നേ. ശരിക്കും അത് അങ്ങനെയാണല്ലോ അല്ലേ, നമുക്ക് എന്ത് ചെയ്യുമ്പോഴും എന്തൊരു നല്ല കാര്യം ചെയ്യാനാണെങ്കിലും നമുക്ക് മുതിർന്നവരുടെ അനുഗ്രഹം തീർച്ചയായിട്ടും വേണം. ആ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് തന്നെ ഒരു സന്തോഷവും ഒരു സമാധാനവും ഒക്കെ നമുക്ക് നമ്മൾ ചെയ്യാൻ പോണ കാര്യം നന്നായിട്ട് തന്നെ ഭവിക്കും എന്നുള്ളത്. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എല്ലാവരെയും ഓർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൂസ്റ്റൈൻ ഫാമിലിയിലെ ഒരുപാട് മുതിർന്നവരുണ്ടല്ലോ, എത്ര പേരുണ്ട്. അവരുടെ എല്ലാവരുടെ അനുഗ്രഹം ഈ മക്കൾക്ക് വേണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒട്ടും ഇത്ര പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമാണ്. ഇതൊക്കെ നടക്കുകയാണോ എന്ന് പോലും എനിക്ക് ചിന്തിക്കാൻ സമയം കിട്ടുന്നില്ല. അത്രയും പെട്ടെന്നായിരുന്നു ഇതൊക്കെ നടക്കുന്നത്. പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീഡിയോസ് ഒന്നും കട്ട് ചെയ്യാതെ കാണിക്കണേന്ന്. അപ്പോൾ എന്തായാലും കട്ട് ചെയ്യാതെ കാണിക്കാൻ പറ്റില്ല, അത്രയും അധികം ഉണ്ട്. എന്നാലും ഇടാൻ പറ്റുന്നത്ര മാക്സിമം ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. കാരണം ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മുടെ കമൻസിലൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ കേക്ക് കട്ടിംഗ് ആണ്. കേക്ക് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യമേ ഉണ്ടായിരുന്നു കേക്ക് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൂസ്റ്റൈൻ ഫാമിലിയിൽ ആരെങ്കിലും അടുത്ത് നിന്ന് ഓർഡർ ചെയ്യണം എന്ന്. അങ്ങനെ അഖിലയാണ് എനിക്ക് ഈ കേക്ക് ചെയ്തു തന്നത് കേട്ടോ. അഖിലേനെ ഞാൻ ഒരു ഫംഗ്ഷനിൽ വെച്ച് പരിചയപ്പെട്ടതായിരുന്നു. പിന്നെ നമ്മുടെ കേക്കുകളെല്ലാം ചെയ്യുന്നത് കോവിഡിൻ്റെ സമയത്ത് ആണ് തുടങ്ങിയത്. അങ്ങനെ പറഞ്ഞ് കുറേ ഇമോഷണലൊക്കെ ആയിട്ട് ഞാൻ ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അങ്ങനെയാണ് അഖിലയ്ക്ക് ഈ ഒരു നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ കേക്ക് ഓർഡർ കൊടുത്തു. നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു.
പിന്നെ ഫാമിലിയൊക്കെ എല്ലാവരെയൊക്കെ വിളിച്ച് ഫോട്ടോ സെഷനായിരുന്നു. എൻഗേജ്മെൻറ്റ് റിംഗ് എക്സ്ചേഞ്ചും കേക്ക് കട്ടിങ്ങും കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എല്ലാവരും സദ്യ കഴിക്കാനായിട്ട് വന്നു. ഇവിടെ തിരുവനന്തപുരത്തെ എൻഗേജ്മെൻറ്റിന് സദ്യയാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ എൻഗേജ്മെൻറ്റിന് സദ്യയൊന്നും അല്ല, നോൺ വെജ് ഒക്കെ തന്നെയാണ് കൊടുക്കുക. നാട്ടിൽ നിന്ന് വന്നവർക്കൊക്കെ സദ്യ നോക്കുമ്പോൾ അയ്യോ സദ്യയോ എന്ന് പറയും. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാ, സദ്യയാണോ അതോ നോൺ വെജ് ഐറ്റംസ് ആണോ ഉണ്ടാവുക? പക്ഷെ ഇവിടെ സദ്യ മസ്റ്റ്. ശരിക്കും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞങ്ങളുടെ ഈ ഒരു കളർ തീം. എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ റിലേറ്റീവിൻ്റെ കല്യാണത്തിന്, അവർക്ക് ഇങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. സാധാരണ പെണ്ണിൻ്റെ വീട്ടുകാർ ഒരു കളർ തീം, പയ്യൻ്റെ വീട്ടുകാർ വേറൊരു കളർ തീം, അങ്ങനെയൊക്കെ അല്ലേ. ഇതിപ്പോൾ രണ്ടുപേരും ഒരേ ഇതിൽ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കില്ലേ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് കാണാൻ. അപ്പം അതുപോലെ ചെയ്യണം ആഗ്രഹമുണ്ട് എന്നൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഫോട്ടോഗ്രാഫി ടീമിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും കിട്ടിയില്ല കേട്ടോ, അത് കിട്ടാൻ ഇനിയും വൈകും. സദ്യയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിവിടെ കുട്ടികളൊക്കെ കൂടെ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടായിരുന്നു. ഇന്നലെ രാത്രി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെൻ്റെ കസിൻ്റെ മോളായിരുന്നു, അത് നന്നായിട്ട് ഡാൻസൊക്കെ കളിച്ചു. ഡാൻസ് ഫുള്ളായിട്ട് വേറൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ഇതിലിപ്പം ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് ഇടാം, ഡാൻസുകളെല്ലാം കൂടെ ഒരുമിച്ച്. പിന്നെ ഒരു ഗ്രൂപ്പ് ഡാൻസ് ഉണ്ടായിരുന്നു, ചിക്കും കസിൻസും ഫ്രണ്ട്സും പിന്നെ നന്ദൻ്റെ അനിയത്തിയും എല്ലാവരും കൂടി ആയിട്ട്. നന്ദൻ്റെ അനിയത്തിയൊക്കെ ഇന്നലെ രാത്രിയാണ് വന്ന് പ്രാക്ടീസ് ചെയ്തത്. എല്ലാവരും ഇന്നലെ രാത്രി തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും അത്യാവശ്യമൊക്കെ കളിച്ചിട്ട് കുറേ അബദ്ധങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. എല്ലാവരും അതൊക്കെ ഒരു രസമല്ലേ. അത് കഴിഞ്ഞ് നന്ദൻ്റെയും ചിക്കുൻ്റെയും കൂടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു, അതും ഇന്നലെ തട്ടിക്കൂട്ടിയതാണ്. എന്നാലും കുഴപ്പമില്ല, നന്നായിട്ടുണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും എല്ലാവരും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ദയവായി വേദിയിലേക്ക് വരിക. ഒരു തുടക്കമിടാനായി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അച്ഛനെ വേദിയിലേക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നന്ദം വന്ന് ആരെങ്കിലും പാട്ട് പാടാനുണ്ടോ എന്നൊക്കെ ചോദിച്ചു. തുടക്കം ഇടാനായിട്ട് അച്ഛനെ വിളിക്കാമെന്ന് പറഞ്ഞ് വിളിച്ച അപ്രതീക്ഷിതമായിട്ടായിരുന്നു, ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമായിരുന്നു. ഇങ്ങനത്തെ ഒന്നും പ്ലാനിലുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞപ്പോൾ നന്ദൻ അച്ഛൻ ആകെപ്പാട് എന്താ ചെയ്യണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവസാനം പാട്ട് പാടാമെന്നൊക്കെ സമ്മതിച്ച് കയറിയതാണ്. പാട്ടറിയുന്ന ആളല്ല, എന്തായാലും എൻ്റെ തലയ്ക്കരുത് വന്ന സ്ഥിതിക്ക് 4 ലൈൻ പാടാം. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി നീലേ താഴെ തളിരാർന്ന പൂവനങ്ങൾ കണ്ണിൽ കത്തും ദാഹം ഭാവജാലം പീലി നീർത്തി വർണ്ണങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി കണ്ണിൽ കത്തും ദാഹം ഭാവജാലം പീലി നീർത്തി വർണ്ണങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി സ്വർണ്ണത്തേരേറി ഞാൻ തങ്കത്തിങ്കൾ പോലെ ദൂരെ ആകാശ നക്ഷത്ര പൂക്കൾ തൻ തേരോട്ടം. എന്നെ കൊണ്ട് ഞാൻ തോറ്റു. അല്ല, എനിക്കൊരു പണി തന്ന സ്ഥിതിക്ക് എന്റെ പുത്രന് ഞാനൊരു പണി കൊടുക്കണ്ടേ? നിലാമലരെ നിലാമലരെ പ്രഭാകിരണം വരാറായി
നിലാമലരെ നിലാമലരെ പ്രഭാകിരണം വരാറായി സുഗന്ധം മായല്ലേ മറന്തം തീരല്ലേ കെടാതെ നാളമേ നാളമേ പാടൂ നീ നിലാമലരെ നിലാമലരെ പ്രഭാകിരണം വരാറായി. Wherever you go, that's where I'll fall. മാണിക്യ വീണയുമായി മനസ്സിന്റെ താമര തൂണിലുണർന്നവളേ കച്ചോട് പാലിൽ പലപ്പോഴും കൽഹാര പുഷ്പങ്ങൾ പൂങ്കുഴലിൽ ओ मेरे दिल के चैन चैन आए मेरे दिल को दुआ कीजिए. പിന്നെ കുറെ പേര് പാടിട്ടോ. നന്ദിന്റെ മാമി പാടി, കസിൻ പാടി, കുഞ്ഞമ്മ പാടി, വേറൊരു ആന്റി പാടി, സൈതന്റെ ഫ്രണ്ട് വിനോദ് പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേര് പാടി. പിന്നെ അത് കഴിഞ്ഞ് ചിക്കുവും ഇമ്മുവും കൂടെ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. റീലൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഡാൻസ് ഒന്ന് കളിക്കാൻ എല്ലാവരും കൂടെ പറഞ്ഞപ്പം അവർ രണ്ടുപേരും കൂടെ കളിച്ചതാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് നന്ദൻ്റെ അനിയത്തിയുടെ ഒരു ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് ഡാൻസ് കളിക്കും നന്ദൻ്റെ അനിയത്തി. ദേവനന്ദ എന്നാട്ടോ പേര്. എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. നല്ല ഭംഗിയായിട്ട് തന്നെ കളിച്ചു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും ചിക്കുവിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എന്നത് വിശ്വസിക്കാൻ അങ്ങോട്ട് കഴിയുന്നില്ല. എല്ലാ അമ്മമാർക്കും ഇങ്ങനെ ആയിരിക്കുമോ എന്തോ. കാരണം നമ്മൾ കുറേ നേരത്തെയൊക്കെ ആലോചിച്ച് തീരുമാനിച്ച് കൂട്ടിയൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ തോന്നില്ലായിരിക്കാം. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. പെട്ടെന്ന് തീരുമാനിച്ചു. ചിക്കു ജർമ്മനിയിൽ നിന്ന് വരുന്നു, പെട്ടെന്ന് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൂട്ടും. ഇതൊക്കെ എല്ലാം ചെയ്യുമ്പോഴും നമ്മൾക്ക് ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് നമുക്കങ്ങോട്ട് കിട്ടില്ല. അങ്ങനെ നമ്മളങ്ങ് ഒഴുക്കിനത്തങ്ങ് പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണുള്ളത്. ശരിക്കും കല്യാണ നിശ്ചയം എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു നിമിത്തമാണ് അല്ലേ. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത എവിടെയോ ഉള്ള രണ്ട് പേര് തമ്മിൽ ഒരുമിക്കുന്ന, രണ്ട് ഫാമിലി ഒരുമിക്കുന്ന ഒരു സംഭവം. കല്യാണം ചിക്കുവിൻ്റെ ഉടനെ ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്തായാലും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ചിക്കു ജർമ്മനിയിലേക്ക് തിരിച്ചു പോവാണ്. നന്ദൻ ബാംഗ്ലൂർ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ലീവ് എടുത്തിട്ട് ജർമ്മനിയിലേക്ക് പോകാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരുപാട് പേര് കാത്തിരുന്ന ഒരു വീഡിയോ ആണെന്നറിയാം. കുറച്ച് വൈകിയതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ മക്കൾക്ക് ഉണ്ടാവണം. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ. പ്രഭാകിരണം വരാറായി മഴവിരലും മഴലിലൊരു വരി എഴുതുമോ ഇനി ഉദയകിരണമേ പകരുമോ ഇനി ജനലഴികളിൽ കുറുകുമോ കിളി മറുവിലുമിനി ഒഴുകുമോ നദി